അപ്പോൾ ഇതാണ് നമ്മുടെ മാപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സംവേദ് ഗ്രാഫ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് കളിക്കാൻ പോണത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഇതേതോ റോബോട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടണൽ വഴി ഫുട്ബോൾ സ്റ്റേഡിയത്തിലേക്കാണ് പോകുന്നത്. ടണലിൻ്റെ അടിയിലൂടെ പോയിട്ട് നമ്മൾ ഫുട്ബോൾ സ്റ്റേഡിയത്തിന് മുമ്പിൽ എല്ലാണ്ട് ഫുട്ബോൾ സ്റ്റേഡിയത്തിനടുത്തേക്ക് പോവാം. പക്ഷെ നമ്മൾ ടണലിൻ്റെ അടിയിലൂടെ പോയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ 2 സീക്രട്ട് പ്ലേസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഒരു വീഡിയോയിൽ തന്നെ ചെയ്യുന്നതാണ്. രണ്ടും ഒരു 10 മീറ്റർ ഡിസ്റ്റൻസ്. ഇത് വേറെ ഏതോ ഇതിൻ്റെ അകത്ത് നമ്മൾ മൾട്ടിപ്ലെയർ മോഡിൻ്റെ അകത്ത് ഏതോ ഇത് എന്തെല്ലോ ഞെക്കിയപ്പോൾ ഒരു റോബോട്ട് വന്നത്. റോബോട്ട് ഈ ഗെയിമിനകത്ത് തന്നെ ഉള്ള ആരോന്ന് തോന്നുന്നു. തോംസ് എന്നാണ് പേര് എന്തോ. അപ്പോൾ നമുക്ക് വിടാം, ഉറപ്പിച്ചെത്തണം. അപ്പോൾ കുറച്ച് ലോങ്ങാണ്. 2 മാപ്പ് ലോഡിങ് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ നമുക്ക് വേഗം, അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ വേഗം പോകേണ്ടി വരും. ലെങ്ത്ത് കുറച്ച് കൂടുതലാണെന്നല്ല, സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വേഗം എത്തേണ്ടതാണ്. നമ്മൾ ഇന്ന് ഫുട്ബോൾ സ്റ്റേഡിയം കാണിച്ചു തരാൻ പോണേ. ഇതാരും അങ്ങനെ കാണാത്ത ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണ്. അപ്പോൾ ഇതിൻ്റെ മാപ്പ് ഉണ്ടല്ലോ, മാപ്പ് അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ മാപ്പ്. അതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സെയിം ബ്ലൂ ലൈൻ ചെയ്ത് തന്നെ 2 മാപ്പ് ലോഡിങ് വരെ പോവുക. നമ്മൾ ബസ്സൊന്നും കുടുങ്ങിയിട്ടുണ്ട്. നമ്മളെ ബസ്സിൻ്റെ പേര് എംപയർ എന്നാണ്. നമ്മൾ ലിവറി മോഡിലാക്കിയൊരു ബസ്സാണ്. അപ്പോൾ നമുക്ക് വേറെ ബസ് എടുക്കാമായിരുന്നു. നമുക്ക് ഏതിനും എടുക്കാൻ പറ്റി. ജയഗുരു എടുക്കായിരുന്നു, പക്ഷേ നടന്നില്ല. നമ്മൾ എടുക്കുമ്പോഴത്തേക്കായിരുന്നു ഞാൻ അത് എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അതിന് മുമ്പേ ഞാൻ കളിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് റെക്കോർഡ് ചെയ്ത്. അപ്പോൾ അടിപൊളിയാണ്. വേറെ മൂഡ് ബസ്സാണ് എംപയർ. ഇത് ഫസ്റ്റത്തെ ബസ് തന്നെ ലിവറി മോഡ് വഴി ചെയ്തതാണ്. വല്ലാത്ത മഴ, ഒന്നും കാണുന്നില്ലോ. പീടിയെല്ലാവരും ഇവിടെ വെച്ചിനി, റോട്ടുമല്ല പീടിയ വെച്ചിനി. ഓക്കെ, നമുക്കൊന്നിവിടെ നിർത്താം. ബാക്കിലും അതൊക്കെ ഉണ്ടാ. തോംസ് എന്നാണ് പേര്. തോംസ് എന്നാണ് പേര്. ഇത് അതോ ആ ബസ്സിൻ്റെ പേര് നോക്കണം ഇതിനൊന്നും. ഏകദേശം നമ്മൾ അടുത്ത വീഡിയോയിൽ കൊമ്പൻ്റെ ലിവറി ആയിട്ട് കൊണ്ടുവരണമെന്നുണ്ട്. അപ്പോൾ ഉടൻ കൊണ്ടുവരുന്നതായിരിക്കും. നമ്മൾ പറപ്പിച്ചാണ് വിടുന്നത്. ഇവനും എന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ഇപ്പം മുട്ടിയാണ്. അതാ മുട്ടി. എന്തുകടെ വീണ്ടും മുട്ടി. പക്ഷേ വെറുതെ കൺട്രോൾ നേരെ കിട്ടുന്നില്ല. വീണ്ടും ചവിട്ടി. അപ്പോൾ നമ്മൾ ആദ്യം പോവാണ്. ഈ റോബോട്ടിനോട് ഒന്നും പറയാൻ പറ്റുമോ നോക്കാം. ഫോളോ മീന്ന് അടിച്ചു നോക്കാം. ഓക്കെ, അടിച്ചിട്ടുണ്ട്. ടിക്ക് ടിക്ക് ടിക്ക്. ഐ ഫോളോ മീ. അപ്പോൾ നിങ്ങളിങ്ങനെ കളിക്കലിന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി ഇപ്പം നമ്മൾ 1ാമത്തെ മാപ്പ് ലോഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി 2ാമത്തെ മാപ്പ് ലോഡിങ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പോകണം. ഇത് മാപ്പ് ലോഡിങ് ആകാൻ കുറച്ച് ടൈം എടുക്കും. വീണ്ടും എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേഗം പോവാം. അപ്പോൾ എന്തിനാണ് ഓൺ അടിക്കുന്നത്? ഒരു മിനിറ്റ്, നമുക്ക് ഇറങ്ങി നോക്കിയിട്ട് ബസ് കുത്തി എന്താകും നോക്കാം. അവനെ പറ്റിക്കാം. നമുക്ക് കുത്താൻ വരുന്നുണ്ട്. നമ്മൾ മാറി. പൊളി തന്നെ. അയ്യോ അതോ കുത്തിയിട്ടുണ്ട്.
ഇറങ്ങി നിന്നിനി. അപ്പോൾ നമുക്ക് ഇനി വേഗം എത്തണം. അപ്പോൾ നിങ്ങൾ മെല്ലനെ പോസ് ചെയ്ത് നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റൂട്ട് ഏതാണെന്ന്. അപ്പോൾ നമ്മൾ ബ്ലൂ ലൈൻ ചേസ് ചെയ്ത് തന്നെ പോവുക 2 മാപ്പ് ലോഡിങ് വരെ. 2ാമത്തെ മാപ്പ് ലോഡിങ് കഴിഞ്ഞ് 3ാമത്തെ മാപ്പ് ലോഡിങ് മുതൽ ഈ വീഡിയോ പ്ലേ ചെയ്ത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ബ്ലൂ ലൈൻ ചേസ് ചെയ്ത് തന്നെ പോകും. വേറെ കട്ടിങ് തിരിയലും മറിയലും ഒന്നുമില്ല. ഡയറക്റ്റ് പോയാൽ തന്നെ ഇടക്കിടക്ക് ഓവർടേക്കുണ്ടോ. ബസ് മറിക്കാനോ നോക്കിയേ ദൂരെ. ഓക്കെ ഞമ്മക്കപ്പോൾ വൈപ്പറന്നില്ലായിട്ടില്ല. വൈപ്പറങ്ങോ പകടേനും മഴ നേരത്തെ മഴയത്ത് ഇട്ടിട്ടില്ല. ഇപ്പം വെറുതെ ഇടുന്നു. എംപയർ വേറെ ലെവല് ബസ്സാണ്, ഒന്നും പറയാനില്ല. ചെറിയ ലൈറ്റ് എഫക്ട്സ് എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോ കൊണ്ടുവന്ന ജയഗുരു എന്ന് പറയുന്ന ബസ് ഒരു രക്ഷയില്ലാത്ത ബസ്സേനു. അത് കൊണ്ടുവരണമെന്നുണ്ടേന് പക്ഷേ നടന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ട്. 2ാമത്തെ മാപ്പ് ലോഡിങ് ആകാനായിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പീഡ് പറന്നങ്ങ് പോവുക, വേറെ ഒരു വഴിയുമില്ല. നമ്മൾ വേഗം എത്തേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എത്താൻ പറ്റും. ഇപ്പോൾ ഇത് ഫസ്റ്റ് ലാൻഡ് മാർക്കെല്ലാം ഞാൻ പറഞ്ഞുതരാം. ലാൻഡ് മാർക്കൊന്നും പ്രത്യേകിച്ചില്ല. ഈ വീഡിയോ പറയുന്ന പോലെ തന്നെ പോയാൽ മതി എന്നാണ് തോന്നുന്നത്. എനിക്ക് ലാൻഡ് മാർക്കൊന്നും കൃത്യമായിട്ട് വീഡിയോ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഒരു ഇതില്ല. എന്ത് നമുക്ക് മനസ്സിലേക്കുന്നൊരു ഇതുമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം 2ാമത്തെ മാപ്പ് ലോഡിങ് എത്താനായിട്ടുണ്ട്. ബാക്കിൽ നിന്ന് ഹോൺ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പല വെറുതെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ നമ്മൾ പറന്ന് പോവുക. ഒറ്റ അടി അടിച്ച ചുമരിനോട്. അപ്പോൾ നമ്മൾ 2ാമത്തെ മാപ്പ് ലോഡിങ് ആകുന്നില്ലല്ലോ, ഇതെന്തെത്താത്തേ. അപ്പോൾ ഈ മാപ്പ് കൂടി കഴിഞ്ഞ് നമ്മൾ എത്തുന്ന സ്ഥലവും നിങ്ങൾക്ക് വഴി തെറ്റിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ മാപ്പ് ലോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബസൂക്കി എന്നാണ്. ബസൂക്കി എത്തിക്കഴിഞ്ഞാൽ ഓക്കെ എല്ലാം റെഡി. പിന്നെ ഈ വീഡിയോ തന്നെ പോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏലൂട്ടിയാണ് ഞാൻ പോകുന്നത്, ഏലൂട്ടിയാണ് വരേണ്ടത് എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ ഹെൽത്ത് 100%, 52 ലിറ്റർ. പിന്നെന്തോ RPS 21 RP. നമ്മുടെ പൈസയാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ട്രാഫിക് റൂൾസൊന്നും പാലിക്കുന്നില്ല. അപ്പോൾ സെക്കൻഡ് മാപ്പ് ലോഡിങ് ഇതാ എത്തി. ഓക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് മാപ്പ് ലോഡിങ് ഇനി എത്താൻ വേഗം എത്തുന്നതാണ്. അപ്പോൾ ഇനി എല്ലാവരും ശ്രദ്ധിക്കുക, ഈ മാപ്പ് ലോഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരും ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പം നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തെത്തും. ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ ബസ് ഉണ്ടല്ലേ എംപയർ. ഓക്കെ നമ്മൾ ഇത് ഇങ്ങനെ പോവുക. അപ്പോൾ നമ്മളിങ്ങനെ പോയി കുറച്ചും കൂടി മുമ്പോട്ട് പോകണം. അപ്പോൾ നമ്മളിതാ ഏകദേശം എത്താനായിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റിൽ നമ്മളെത്തും. 5 മിനിറ്റല്ല, 5 മിനിറ്റൊന്നും വേണ്ട, ഒരു 3 മിനിറ്റിലെത്തും. നമ്മൾ 3 മിനിറ്റിൽ ഇനി അവിടെ എത്തും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനത്തെ ഒരു പാടം കാണും. പിന്നെ കുറച്ച് കൂടി മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ മറ്റേ ഇപ്പോൾ വലിയ പെട്രോൾ പമ്പ് ഉണ്ടോ, ആ പെട്രോൾ പമ്പ് ഉണ്ടാവും. പിന്നെ ഉള്ളത് കണ്ടില്ല, അയ്യോ ഇപ്പോൾ ഈ എൻ്റെ മോനെ ക്യാമറ വെറുതെ മാറ്റി പുറത്തിറങ്ങേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ടാവും.
രണ്ട് ഭാഗത്തും വീട്. പിന്നെ നിങ്ങൾ സ്ലോ ആയിക്കോ. നിങ്ങൾ സ്ലോ ആയിക്കോ. എൻ്റെ വീഡിയോ കുറച്ച് സ്പീഡായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇനി ലെഫ്റ്റ് നമ്മുടെ റൈറ്റിലേക്ക് ഒരു കുഞ്ഞി കട്ട് റോഡ് ഉണ്ടെങ്കിൽ ആടെ ചവിട്ടിക്കോ, ഇല്ലെങ്കിൽ പണി വാളൂ. അയ്യോ ഒക്കെ ലെവലാക്കിയിട്ടുണ്ട്. ഇവിടെ നല്ല സ്ലോ ആയിട്ട് പോകണം ഞാൻ. അയ്യോ ഇടിയൻ വഴി. അപ്പോൾ ഇതാണ് നമ്മളെ കട്ട് റോഡ്. ഇങ്ങനെ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ നേരെയാക്കി പോവാം. അപ്പോൾ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്. ടണൽ വഴി നമ്മളങ്ങ് ജസ്റ്റ് മിസ്. നമ്മൾ ടണൽ വഴി വീടിയാണ് പോകാൻ പോകുന്നത്. നമ്മളെ ടർഫിൽ ആ ടർഫിൻ്റെ തന്നെ ബാക്കിലത്തെ സൈഡിൽ കുറച്ച് ഷോപ്സ് എല്ലാം ഉണ്ട്. അത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നിങ്ങൾക്ക് വേണം, അന്നേരം വീഡിയോൻ്റെ ലെങ്ത്ത് ഉള്ളതിൽ കൂടി ചെയ്യുക. അപ്പോൾ ആ ടർഫിൻ്റെ തന്നെ ബാക്കിൽ കുറച്ച് വീഡ്സ് ഉണ്ടാവും. അപ്പോൾ ആ വീട് നിങ്ങൾ അപ്പം കുറച്ചും കൂടി ടർഫ് എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ബസ് എംപയർ. ഗ്രാഫിക് വർക്കെല്ലാം കിട്ടില്ല. നമ്മൾ ലൈറ്റ് ഉണ്ടില്ലേ അവിടെ മിന്നുന്ന, ഇതിനകത്ത് ലൈറ്റ് എഫക്റ്റ് ഉണ്ട്. അനക്കൊന്നും ഞാൻ പണ്ടേ ആക്കി വെച്ചതാന്ന്. ഈ ബസ്സിനോട്ട് പണ്ടേ ഇല്ല. ഈ ടണൽ വഴി മെല്ലെ പോയിട്ടില്ലെങ്കിൽ 169 ഞാൻ പോയത്. ബസ്സൊന്നും ഒരഞ്ഞിട്ട് പോലും ഇല്ല. ഓക്കെ ചവിട്ടിക്കോ. ഓക്കെ തട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മൾ ടണൽ. അപ്പോൾ ഇവിടെ നേരെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. നമ്മൾ ഇവിടെ നിർത്തുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ബസ് പോകില്ല. അത് കണ്ട അടിച്ച് നിൽക്കുകയുള്ളൂ. മരം ഉള്ളതുകൊണ്ടാണ് കണ്ട. അപ്പോൾ അങ്ങോട്ട് പോകും. ബസ് തിരിച്ചിറക്കൽ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ നമ്മളവിടെ ബസ് നിർത്തിയിട്ട് ഇതാണ് നമ്മുടെ ടർഫ്. ഇവിടെ യജമാൻ്റെ വീടെല്ലാം ഉണ്ട് തോന്നാ. കണ്ട വീട്. അപ്പോൾ ഇവിടെ ഫുട്ബോളും ഇല്ല മെയിനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറൊരു ടർഫ് ഉണ്ടായിരുന്നു. ആ ടർഫിൻ്റെ വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. പക്ഷേ ആ ടർഫിൽ ഫുട്ബോളുണ്ട്. ഈ ടർഫിൽ ഫുട്ബോളില്ല. ഫോട്ടോ മോഡ്. വീഡിയോയിൽ നമുക്ക് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ബസ്സിനൊന്ന് ഫോട്ടോ എടുക്കണോ? ബസ്സിനെ ഫോട്ടോ എടുക്കാം. പുറത്തേക്ക് പോകാൻ എനിക്ക് ബസ്സിനെ ഫോട്ടോ എടുക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. അതാണ് നമ്മുടെ ബസ് എംപയർ. അടിപൊളിയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു. ഇതിനും നല്ല പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബായ്.